അങ്ങനെ രണ്ട് സൈഡും ഈ ഹോൾസാണ് ഉള്ളത്. അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി നമ്മളെ മേലോട്ട് കൂടി നമ്മളെ ക്രെയിനിൽ കടന്നു പോണ്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മളുള്ളത് എണ്ടത്താണ് എങ്ങാടിയിൽ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. നല്ല മഴയൊക്കെ പെയ്തു ചോർന്നിപ്പോൾ. അപ്പോൾ നമ്മളെ ഫുള്ള് വീഡിയോ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് വർക്കിലിട്ടാ. അങ്ങനെ ഇവിടെ പല മാറ്റങ്ങളും വന്നു. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ അണ്ടർപാസിന് അടുത്ത് എത്താനായിട്ടുണ്ട് ഏകദേശം. വേണ്ടിയില്ലേ, ഈ സൈഡ് മൊത്തം കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വണ്ടികളൊക്കെ മുകളിലായതുകൊണ്ട് ഇവിടെ ഒഴിവാണ്. ഇവിടെ വർക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൽ വണ്ടി പാസ് ചെയ്യണില്ല. താൽക്കാലികമായിട്ട് വണ്ടികൾ ഇങ്ങനെ ഓടുകയാണ്. ഇപ്പോൾ ഇണ്ടത്താണിയിലെ ഓപാലത്തിൻ്റെ മുകൾ ഭാഗത്താണ്. ആ സൈഡിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് വെള്ളതാണ്. അവിടെ വെള്ളമാണ്. ഈ സൈഡും രണ്ട് സൈഡിൽ നിന്നും വരാനുള്ളതാണ്. അപ്പോൾ ഇണ്ടത്താണി അങ്ങാടി ഇവിടെ മൊത്തത്തിൽ കണ്ടില്ലേ, ഇവിടെ മാതികണ് വണ്ടികളെ ഫുള്ള് മുകളിലൂടെയാണ് പോകുന്നത്. മഴ പെയ്താണ്ടില്ല, ഈ കാലത്തിലാണ്. ഈ ഇവിടെ കൂടി ഈ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അതുവരെ എത്തിയിട്ടുണ്ട് നമ്മളെ ബഹുജാതിക്കുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക്. ഇവിടെ കുറച്ച് ഭാഗം കൂടി ഇവിടെ പോസ്റ്റ് മാറ്റാണ്ട് കണ്ടില്ല. അവിടെ വർക്ക് നടന്നുകൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ കാണിച്ചു തരാം. ഈ കോലത്തിലാണ് നിൽക്കുന്നത്. രണ്ട് പോസ്റ്റ് അതാ. ഈ പോസ്റ്റ് മാറ്റാണ്ട് അവിടെ ഒരു പോസ്റ്റ് ഒക്കെ നീക്കാനുള്ളതാട്ടോ. അപ്പോൾ വെള്ളക്കടന്ന് കടഞ്ഞ് നിൽക്കുകയാണ്. ഇതുവരെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴ പെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ മഴ വരിക. അങ്ങനെ ഇവിടെ ആകെ മാന്തി ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. വേണ്ടിയത് നല്ല മഴ പെയ്തു. വളരെ ഈ കോലത്തിൽ നിൽക്കുകയാണ്. ഇതാണ് രണ്ടത്താണ് അതിവേഗത്തിലുള്ള വർക്കുകൾ. ഇവിടെ കമ്പിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുമ്പ് അതുവരെയാണ് വന്നിട്ടുള്ളത് ഡ്രെയിനേജിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ മേലോട്ട് കൂടി നമ്മളെ ക്രെയിനിൽ കടന്നു പോകും. ഇതുവരെയാണ് ആദ്യം നമ്മൾ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ടില്ല, ഈ ബാക്കി ഭാഗമാണ് നമ്മളെ പോകുപാലത്തിൻ്റെ അതുവരെ ഇട്ടാ ഇങ്ങനെയുള്ള വർക്കുകൾ. സൈഡൊക്കെ മാന്തി കണ്ടില്ല, ഈ കോലത്തിലായിട്ടുണ്ട്. അങ്ങനെ ഈ മട്ടത്തിലാണ് ഇപ്പോൾ വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡ് ഫ്രീ ആണ് ഇപ്പോൾ. താൽക്കാലികം ബസ്സൊക്കെ ഇവിടെ നിർത്തുന്നത്. അപ്പുറത്ത് ഞങ്ങൾ ഇപ്പുറത്ത് ചാടണം. പുത്തൻതാണി ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ അതാ ആ ഭാഗത്താണ് നിർത്തുന്നത്. പിന്നെ ഡിവൈഡർ ഉണ്ടായതുകൊണ്ട് അപ്പുറപ്പുറം കടക്കാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ നമ്മൾ ബഹുജാലിൻ്റെ അടി കൂടെ ഇപ്പോൾ പോകുന്നത് താൽക്കാലികമായിട്ട്. അങ്ങനെ അതിവേഗത്തിലാണ് ഇപ്പോൾ അവിടെ കമ്പിയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ടാ ഡ്രെയിനേജിൻ്റെ വർക്ക്. ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് ഫില്ലപ്പാക്കാൻ. അങ്ങനെ നല്ല മഴയും കണ്ടെത്താണിതാ ഈ കോലത്തിലായിട്ടുണ്ട്. സർവീസ് റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ അങ്ങനെ അതിവേഗത്തിലാണ് ഇവിടെ കമ്പിയൊക്കെ കെട്ടി സെറ്റാക്കുന്നിട്ടാ. അവിടെ തുറന്ന് കൊടുക്കാത്തതുകൊണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മഴ പെയ്താൽ ഒന്നായിട്ട് വെള്ളം ഒഴുക്കിയിട്ട് അവിടെ ഒലിക്കുകയാണ്.
ഊജാലിൻ്റെ അടിയിലൂടെ പോയി നോക്കട്ടെ. അപ്പുറത്ത് എന്താ വർക്കുകളൊക്കെ കാണിച്ചു തരാം. അതിൽ തല പൊന്തിച്ച് നടക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും മണ്ണ് അടഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇതിലാണ് വെള്ളം വന്ന് ചാടാറില്ല. നമ്മളെ മീനേജിൻ്റെ പുതുതായി വർക്ക് കഴിഞ്ഞ ഭാഗത്തത്. അങ്ങനെ രണ്ട് സൈഡും ഈ ഹോൾസാണ് ഉള്ളത്. അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണത്തണങ്ങളുടെ ഈ സൈഡിട്ടുള്ള പുത്തൻതാണി ഭാഗത്തേക്ക് പോണ ഭാഗത്താണ് ഈ വർക്ക്. സർവീസ് റോഡിൽ ഇവിടെ നിന്ന് പോയൊക്കെ എന്തൊക്കെ നടക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ ഏകദേശം സൈഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വർക്കുകൾ തുടരുന്നു. കുറച്ച് വാങ്ങൂടി കാണിച്ചു തരാം. ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. എന്താ ഈ മോൻ്റെ അങ്ങനെ നേരെ അണ്ടർപാസിന് അവിടേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എണ്ണത്താണി ആകെ മാറിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് വാങ്ങലൊക്കെ കാണിച്ചതെന്നാണ്. രണ്ട് സൈഡും ഇട്ടാ, ഈ സൈഡും അപ്പുറത്ത് ആ സൈഡും. അപ്പോൾ ഇതൊക്കെയാണ് എണ്ണത്താണി അങ്ങാടിയിലെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ. ഏതായാലും അപ്പുറം കിടക്കണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇതിന് ചോട് കൂടി തന്നെ പോകണം. അല്ല അപ്പുറത്ത് പോയോ കേട്ടോ. ഇവിടെ നാല് ചേർക്കൽ മൊത്തം ഒന്ന് അടഞ്ഞേക്കണമെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ് ഇവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. നമ്മൾ മാർക്കറ്റ് റോഡിൽ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഹൈ വരുന്നത് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നാണ് ചാടുന്നത്. ഏതായാലും കുട്ടികൾക്കൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ നല്ല പ്രയാസം തന്നെയാണ്. ഇതിനാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ടാണ്. മഴ പെയ്താൽ ഇതിന് മൊത്തത്തിൽ വെള്ളവും കാര്യങ്ങളും നമ്മളെ പഴയ വഴിയാണിത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ്. അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്. അന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.